ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. നമ്മൾ ഇന്ന് ഡിസഷൻ മൈക്രോസ്കോപ്പാണ് പരിചയപ്പെടാൻ പോകുന്നത്. ഡിസഷൻ മൈക്രോസ്കോപ്പ് എന്ന് പറഞ്ഞാൽ ഒരു സിമ്പിൾ ബ്രൈറ്റ് ഫീൽഡ് ലൈറ്റ് മൈക്രോസ്കോപ്പാണ്. അത് വിസിബിൾ ലൈറ്റിനെയാണ് സോഴ്സ് ഓഫ് ഇലൂമിനേഷനായിട്ട് ഉപയോഗിക്കുന്നത്. അത് മോർഫോളജിക്കൽ ആൻഡ് അനാറ്റമിക്കൽ സ്റ്റഡീസിന് വേണ്ടി ഒബ്ജക്റ്റുകളെ മാഗ്നിഫൈ ചെയ്യാനായിട്ടാണ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. ഡിസഷൻ മൈക്രോസ്കോപ്പിൽ ഒരു സിംഗിൾ ലെൻസ് സിസ്റ്റമേ ഉള്ളൂ. അത് ഇമേജസിനെ അതുകൊണ്ട് തന്നെ മാഗ്നിഫൈ ചെയ്യുന്നത് വളരെ കുറവായിരിക്കും. രണ്ട് മെയിൻ കമ്പോണൻസ് ആണ് ഡിസഷൻ മൈക്രോസ്കോപ്പിലുള്ളത്. ഫസ്റ്റ് വൺ അതിൻ്റെ മെക്കാനിക്കൽ കമ്പോണൻറ്റ്, സെക്കൻഡ് വൺ ഒപ്റ്റിക്കൽ കമ്പോണൻറ്റ്. മെക്കാനിക്കൽ കമ്പോണൻസിൽ ഫസ്റ്റ് ബേസ് അല്ലെങ്കിൽ ഫൂട്ട്. അത് ബ്രോഡായിട്ടുള്ള വി യു ഓർ സർക്കുലർ ഓർ റെക്റ്റാങ്കുലർ ഷേപ്പായിട്ടുള്ള ഒരു സ്ട്രക്ചറാണ് ബേസ് അല്ലെങ്കിൽ ഫൂട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഓരോ മൈക്രോസ്കോപ്പിലും അതിൻ്റെ ഷേപ്പ് വ്യത്യസ്തങ്ങളായിട്ടുള്ള രീതിയിലായിരിക്കും. അതിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത് ഹോൾ മൈക്രോസ്കോപ്പിൻ്റെ വെയ്റ്റിനെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ്. അടുത്ത പാർട്ട് എന്ന് പറയുന്നത് പില്ലറാണ്. ബേസിൽ നിന്നും ഉയർന്നു നിൽക്കുന്ന ഒരു വെർട്ടിക്കൽ സോളിഡ് പാർട്ടിനെയാണ് നമ്മൾ പില്ലർ എന്ന് പറയുന്നത്. മൈക്രോസ്കോപ്പിൻ്റെ ലെൻസും മിററും സ്റ്റേജും ഒക്കെ ഹോൾഡ് ചെയ്യുന്നത് ഈ പില്ലർ എന്ന് പറയുന്ന സ്ട്രക്ചറായിരിക്കും. നെക്സ്റ്റ് കമ്പോണൻറ്റ് ഈസ് ഡ്രോ ട്യൂബ്. അത് ഒരു വെർട്ടിക്കൽ ട്യൂബാണ്, പില്ലറിൽ തന്നെ കാണപ്പെടുന്ന ട്യൂബാണ്. മൈക്രോസ്കോപ്പിലെ ഐ പീസിനെ അപ്വേഡ് ഡൗൺവേഡ് മൂവ്മെൻറ്റിന് സഹായിക്കുന്ന ട്യൂബിനെയാണ് നമ്മൾ ഡ്രോ ട്യൂബ് എന്ന് പറയുന്നത്. അടുത്തത് സോഴ്സ് ഓഫ് ഇലൂമിനേഷനാണ്. ഡിസഷൻ മൈക്രോസ്കോപ്പിൽ സാധാരണ സൺലൈറ്റാണ് എക്സ്റ്റേണൽ ലൈറ്റ് സോഴ്സായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. സൺലൈറ്റിനെ റിഫ്ലക്റ്റ് ചെയ്യാനായിട്ട് ഒരു മിററും അതിൽ പ്രൊവൈഡഡ് ആയിരിക്കും. നെക്സ്റ്റ് ഈസ് സ്റ്റേജ്. അത് ഫ്ലാറ്റ് റെക്റ്റാങ്കുലർ പ്ലാറ്റ്ഫോമാണ്. അതിലാണ് എക്സാമിൻ ചെയ്യേണ്ട ഒബ്ജക്റ്റിനെ നമ്മൾ പ്ലേസ് ചെയ്യുന്നത്. സ്റ്റേജ് ക്ലിപ്പ് എന്ന് പറയുന്നത് ആ ഒബ്ജക്റ്റിനെ കറക്റ്റ് പൊസിഷനിൽ ഹോൾഡ് ചെയ്യാനായിട്ട് സഹായിക്കുന്ന മെറ്റാലിക് ക്ലിപ്സിനെയാണ് നമ്മൾ സ്റ്റേജ് ക്ലിപ്പ് എന്ന് പറയുന്നത്. ഫോൾഡഡ് ആം എന്ന് പറയുന്ന പില്ലറിൻ്റെ ടെർമിനൽ ഫ്രണ്ട് പോർഷനിൽ കാണപ്പെടുന്ന സ്ട്രക്ചറാണ്. അത് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാൻ പറ്റുന്ന സ്ട്രക്ചറാണ്. അതിലാണ് ഐ പീസ് ലോഡ് ചെയ്തിരിക്കുന്നത്. ലാസ്റ്റ് പാർട്ടാണ് മെക്കാനിക്കൽ കമ്പോണൻറ്റിലെ അഡ്ജസ്റ്റ്മെൻറ്റ് സ്ക്രൂ എന്ന് പറയുന്നത്. അത് അപ്രോക്സിമേറ്റ് ഫോക്കസിങ്ങിനായിട്ട് സഹായിക്കുന്ന ഒരു ലാർജ് നോബിനെയാണ് നമ്മൾ അഡ്ജസ്റ്റ്മെൻറ്റ് സ്ക്രൂ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഈസ് ഒപ്റ്റിക്കൽ കമ്പോണൻസ് ഓഫ് ഡിസഷൻ ലൈറ്റ് മൈക്രോസ്കോപ്പ്. ഡിസഷൻ ലൈറ്റ് മൈക്രോസ്കോപ്പിലെ ഒപ്റ്റിക്കൽ കമ്പോണൻസ് രണ്ട് കമ്പോണൻറ്റേ ഉള്ളൂ. ഒന്ന് പ്ലേനോ കോൺകേവ് മിറർ, നെക്സ്റ്റ് വൺ ഈസ് ഐ പീസ്. പ്ലേനോ കോൺകേവ് മിറർ എന്ന് പറയുമ്പോൾ അതിനൊരു പ്ലെയിൻ സൈഡും ഉണ്ട്, കോൺകേവ് സൈഡും ഉണ്ട്. ഒരു മിററാണ്. ആ മിറർ ലൈറ്റിനെ റിഫ്ലക്റ്റ് ചെയ്തിട്ട് ഒബ്ജക്റ്റിലേക്ക് കൊടുക്കുന്നു. അടുത്ത കമ്പോണൻ്റ് എന്ന് പറയുന്നത് ഐ പീസ് ആണ്. ഐ പീസ് ഒരു കോൺവെക്സ് ലെൻസാണ്. അത് നേരത്തെ പറഞ്ഞ മോബിൾ ഫോൾഡഡ് ആമിലേക്ക് അറ്റാച്ച്ഡ് ആണ്. അത് ഐ പീസിൻ്റെ മാഗ്നിഫിക്കേഷൻ 3 times മാത്രമേ ഒറിജിനൽ സ്പെസിമെനെ അത് മാഗ്നിഫൈ ചെയ്ത് കാണിക്കുന്നുള്ളൂ. ഡിസഷൻ മൈക്രോസ്കോപ്പ് ഒരു സിമ്പിൾ മൈക്രോസ്കോപ്പാണ്. അവിടെ മാഗ്നിഫിക്കേഷൻ പവർ വളരെ കുറവാണ്. നെക്സ്റ്റ് ഈസ് ഫീച്ചേഴ്സ് ഓഫ് ഡിസഷൻ മൈക്രോസ്കോപ്പ്. ഡിസഷൻ മൈക്രോസ്കോപ്പിൻ്റേതായ ചില ഫീച്ചേഴ്സ് ഉണ്ട്. അവ എന്തൊക്കെയാണെന്ന് നോക്കാം. 0.1 millimeter ഡിസ്റ്റൻസിലും താഴെ ഇരിക്കുന്ന രണ്ട് ഒബ്ജക്റ്റുകളെ നമുക്ക് ഡിസ്റ്റിങ്ക്യൂഷ് ചെയ്യാനായിട്ട്, നമുക്ക് വേർതിരിച്ചറിയാനായിട്ട് ഈ ഡിസഷൻ മൈക്രോസ്കോപ്പ് നമ്മെ സഹായിക്കുന്നു. ആ വെച്ചിരിക്കുന്ന ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് അതിൻ്റെ ഒരു വ്യൂയിങ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഏകദേശം 25 centimeter മാത്രമേ കാണത്തുള്ളൂ. പക്ഷേ ഇത് മൈന്യൂട്ടായിട്ടുള്ള ഒബ്ജക്റ്റുകളെ കാണാനായിട്ട് നമുക്ക് സഹായകരമല്ല. ഡിസഷൻ മൈക്രോസ്കോപ്പ് ഉപയോഗിച്ച് കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിൽ കാണുന്നത് പോലെ മൈന്യൂട്ട് ഒബ്ജക്റ്റുകളെ നമുക്ക് കാണാനായിട്ട് പറ്റത്തില്ല. അതുപോലെ ഒപ്റ്റിക്കൽ അബറേഷൻസ് ഒന്നും തന്നെ കറക്റ്റ് ചെയ്യാനുള്ള ഡിവൈസുകളും ഈ ഡിസഷൻ മൈക്രോസ്കോപ്പിൽ ഇല്ല. ഇമേജ് ഫോം ചെയ്യുന്നത് ലെൻസും ഒബ്ജക്റ്റും ഇരിക്കുന്ന അതേ സൈഡിലായിരിക്കും ഇമേജും ഫോർമേഷനും നടക്കുന്നത്. പിന്നെ ഇതിൻ്റെ മാഗ്നിഫിക്കേഷൻ എന്ന് പറയുന്നത് അതിൻ്റെ ഇക്വേഷൻ m = 250 / f+1 എന്നാണ്. എഫ് ഫോക്കൽ ലെങ്ത് ആണ്. 250 ഇറ്റ് ഈസ് ദ ലെങ്ത് ഓഫ് ഡിസ്റ്റൻറ്റ് വിഷൻ ഇൻ സെൻറ്റിമീറ്റർ. മാഗ്നിഫിക്കേഷൻ നമുക്ക് കൂട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഐ പീസ് എന്ന് പറയുന്നത് കോമ്പിനേഷൻ ഓഫ് ലെൻസസ് കൊണ്ട് ഉണ്ടാക്കിയതായിരിക്കണം. അതായത് മൾട്ടിപ്പിൾ തിന്നർ ലെൻസ് കൊണ്ട് ഉണ്ടാക്കിയ ഐ പീസ് ആണെങ്കിൽ നമുക്ക് ഡിസഷൻ മൈക്രോസ്കോപ്പിൻ്റെ മാഗ്നിഫിക്കേഷൻ ഏകദേശം 20 times വരെ കൂട്ടാനായിട്ട് പറ്റും.
പിന്നെ ഡിസെക്ഷൻ മൈക്രോസ്കോപ്പ് ഒരു സിമ്പിൾ മൈക്രോസ്കോപ്പാണ്. ഒരു ഹാൻഡ് ലെൻസിൻ്റെ ഫങ്ഷൻ മാത്രമേ ഈ 3 ടൈംസ് മാത്രം മാഗ്നിഫിക്കേഷൻ പവറുള്ള ഒരു ഐ പീസ് ഉള്ള ഡിസെക്ഷൻ മൈക്രോസ്കോപ്പ് ചെയ്യുന്നുള്ളൂ. ഇത്രയുമാണ് ഡിസെക്ഷൻ മൈക്രോസ്കോപ്പിൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. വർക്കിംഗ് ഓഫ് ഡിസെക്ഷൻ മൈക്രോസ്കോപ്പ്. ഡിസെക്ഷൻ മൈക്രോസ്കോപ്പ് ഒരു സിമ്പിൾ മൈക്രോസ്കോപ്പാണ്. കൺവെർജിങ് ലെൻസിൻ്റെ ഫങ്ഷൻ ചെയ്യുന്ന ഒരു മൈക്രോസ്കോപ്പാണ്. അത് ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് പ്രിൻസിപ്പൽ ഫോക്കസിനും ഒപ്റ്റിക്കൽ സെൻറ്ററിനും ഇടയിലാണ് പ്ലേസ് ചെയ്തിരിക്കുന്നതെങ്കിൽ ഡിസെക്ഷൻ മൈക്രോസ്കോപ്പ് ഉണ്ടാക്കുന്ന ഇമേജ് എന്ന് പറയുന്നത് വെർച്വലും ഇറക്റ്റും മാഗ്നിഫൈഡുമായിട്ടുള്ള ഇമേജ് ആയിരിക്കും. ഇമേജിൻ്റെ പൊസിഷൻ എന്ന് പറയുന്നത് ഒബ്ജക്റ്റിൻ്റെ പൊസിഷനെയും അതുപോലെ ലെൻസിൻ്റെ പൊസിഷനെയും ആശ്രയിച്ചിരിക്കും. അപ്പം എന്താണ് അതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് ഒന്നുകൂടെ പറയാം. ഇറ്റ് പ്രൊഡ്യൂസസ് എ വെർച്വൽ ഇറക്റ്റ് ആൻഡ് മാഗ്നിഫൈഡ് ഇമേജ് ഓഫ് ദ ഒബ്ജക്റ്റ് ഓൺ ദ സെയിം സൈഡ് ഇഫ് ദ ഒബ്ജക്റ്റ് ഈസ് പ്ലേസ്ഡ് between its principal focus and the optical center, and the position of the image depend upon the position of the object in relation to the lens. ഇനി ഇതിൻ്റെ യൂസ് എന്ന് പറയുന്നത് ഫീൽഡ് സ്റ്റഡീസിന് വേണ്ടിയാണ് നമ്മൾ കൂടുതലായിട്ടും യൂസ് ചെയ്യുന്നത്. ഒരു ലെൻസിൻ്റെ ജോലി ചെയ്യുന്നത് കൊണ്ട് ഫീൽഡ് സ്റ്റഡീസിന് നമുക്ക് യൂസ് ചെയ്യാം. അതുപോലെ ലബോറട്ടറി പർപ്പസിൽ നമ്മൾ ഡിസെക്ഷൻ മൈക്രോസ്കോപ്പ് ഒത്തിരിയേറെ യൂസ് ചെയ്യുന്നുണ്ട്. ലാബുകളിൽ നമ്മൾ ഓരോ അനാറ്റമിക്കൽ ആൻഡ് മോർഫോളജിക്കൽ സ്റ്റഡീസിന് വേണ്ടി കൂടുതൽ യൂസ് ചെയ്യുന്ന ഒരു മൈക്രോസ്കോപ്പാണ് ഡിസെക്ഷൻ മൈക്രോസ്കോപ്പ്. പാർട്സ് ഓഫ് എ ഡിസെക്ഷൻ മൈക്രോസ്കോപ്പ്. ഡിസെക്ഷൻ മൈക്രോസ്കോപ്പിൻ്റെ പ്രധാന ഭാഗം അതിൻ്റെ ഐ പീസാണ്. അതൊരു കോൺവെക്സ് ലെൻസാണ്. തൊട്ട് താഴെയായിട്ട് സ്റ്റേജ്, സ്പെസിമെൻ വിത്ത് സ്ലൈഡ് ഹോൾഡ് ചെയ്യാനായിട്ടുള്ള റെക്റ്റാങ്കുലർ പാർട്ടാണ് സ്റ്റേജ്. സ്റ്റേജിൽ സ്പെസിമെനെ ഹോൾഡ് ചെയ്യുന്ന സ്ലൈഡിനെ കറക്റ്റ് പൊസിഷനിൽ വെക്കാനായിട്ട് മെറ്റാലിക് ക്ലിപ്സ് ഉണ്ട്. തൊട്ട് താഴെയായിട്ട് ഒരു പ്ലേനോ കോൺകേവ് മിററുണ്ട്. ലൈറ്റിനെ റിഫ്ലക്റ്റ് ചെയ്ത് സ്പെസിമെനിലേക്ക് കൊടുക്കാനായിട്ട് അത് സഹായിക്കുന്നു. മൈക്രോസ്കോപ്പിൻ്റെ മൊത്തം വെയിറ്റും താങ്ങാനായിട്ട് ബേസ് അല്ലെങ്കിൽ ഫൂട്ട്, അതിൽ നിന്നും വെർട്ടിക്കലായിട്ടുള്ള ഒരു സ്റ്റാൻഡ്, അതിനെ പില്ലർ എന്ന് പറയുന്നു. പില്ലറിൻ്റെ ഫ്രണ്ട് പോർഷനിൽ കാണപ്പെടുന്ന ഭാഗമാണ് അതിൻ്റെ ഫോൾഡഡ് ഐ പീസ് ലോഡ് ചെയ്യുന്ന ഭാഗം, അതാണ്. പിന്നെ അഡ്ജസ്റ്റ്മെൻറ്റ് നോബ്, അത് എക്സാക്റ്റ് അല്ലെങ്കിൽ അപ്രോക്സിമേറ്റ് ഫോക്കസിങ്ങിന് വേണ്ടി സഹായിക്കുന്ന ഡിസെക്ഷൻ മൈക്രോസ്കോപ്പിൻ്റെ പാർട്ടാണ്. അപ്പോൾ ഇത്രയുമാണ് നമ്മൾ ലാബിൽ സാധാരണയായി ഉപയോഗിക്കപ്പെടുന്ന ഡിസെക്ഷൻ മൈക്രോസ്കോപ്പിൻ്റെ പാർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഡിസെക്ഷൻ മൈക്രോസ്കോപ്പ് ഇതോടെ തീർന്നു. നെക്സ്റ്റ് ഈസ് ഡാർക്ക് ഫീൽഡ് മൈക്രോസ്കോപ്പ്. ഡാർക്ക് ഫീൽഡ് മൈക്രോസ്കോപ്പ് എന്ന് പറഞ്ഞാൽ ഓർഡിനറി കോമ്പൗണ്ട് ലൈറ്റ് മൈക്രോസ്കോപ്പിൻ്റെ ഒരു മോഡിഫൈഡ് വെർഷനാണ്. അൾട്രാ മൈക്രോസ്കോപ്പ് എന്നാണ് ഇതിൻ്റെ മറ്റൊരു പേര്. പ്രത്യേകത, ഇവിടെ സ്പെസിമെൻ്റെ നടുഭാഗത്തൂടെ ഒരിക്കലും ലൈറ്റ് റേസ് കടന്നു പോകുന്നില്ല. സ്പെസിമെൻ്റെ പെരിഫറിയിൽ കൂടെ മാത്രമേ ലൈറ്റ് റേസ് പാസ് ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ സ്പെസിമെൻ നമുക്ക് കാണപ്പെടുമ്പോൾ ബ്രൈറ്റ് ആയിട്ടൊരു ഡാർക്ക് ബാക്ക്ഗ്രൗണ്ടിലാണ് കിട്ടുന്നത്. അതുകൊണ്ടാണ് ഈ ഡാർക്ക് ബാക്ക്ഗ്രൗണ്ടിൽ കിട്ടുന്നത് കൊണ്ടാണ് നമ്മളിതിനെ ഡാർക്ക് ഫീൽഡ് മൈക്രോസ്കോപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഏറ്റവും വലിയ പ്രത്യേകത സ്പെസിമെൻ്റെ സെൻറ്ററിൽ കൂടെ ലൈറ്റ് റേസ് കടക്കുന്നില്ല. ഡാർക്ക് ഫീൽഡ് മൈക്രോസ്കോപ്പ് കൂടെ കിട്ടുന്ന ഒബ്ജക്റ്റിൻ്റെ വിസിബിലിറ്റി, അതിൻ്റെ റെസൊല്യൂഷൻ വളരെ കൂടുതലായിരിക്കും. ട്രാൻസ്പെറൻറ്റും സെമി ട്രാൻസ്പെറൻറ്റുമായിട്ടുള്ള ഒബ്ജക്റ്റുകളെ കാണാനായിട്ടാണ് ഡാർക്ക് ഫീൽഡ് മൈക്രോസ്കോപ്പ് കൂടുതലായിട്ടും യൂസ് ചെയ്യുന്നത്. ഇത് വളരെ ചെറിയ ഒബ്ജക്റ്റുകളെ പോലും നമുക്ക് ബെറ്റർ റെസൊല്യൂഷനിൽ കാണാൻ പറ്റുന്നത് അത് ലൈറ്റ് റേസിനെ നന്നായിട്ട് സ്കാറ്റർ ചെയ്യുന്നത് കൊണ്ടാണ്. അപ്പോൾ ഈ ഇങ്ങനെയുള്ള ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒബ്ജക്റ്റിനെ നമ്മൾ നോക്കുമ്പോൾ അതിൻ്റെ കോൺട്രാസ്റ്റ് കൂട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഡാർക്ക് ബാക്ക്ഗ്രൗണ്ട് കൊടുക്കുന്നത്. അപ്പോൾ ഡാർക്ക് ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്നത് മൂലം ട്രാൻസ്പെറൻറ്റ് ഒബ്ജക്റ്റുകളുടെ കോൺട്രാസ്റ്റ് എന്ന് പറയുമ്പോൾ അതിനെ പെട്ടെന്ന് തന്നെ വേർതിരിച്ചറിയാനായിട്ട് ഡാർക്ക് ബാക്ക്ഗ്രൗണ്ടിൽ നമുക്ക് ട്രാൻസ്പെറൻറ്റ് ഒബ്ജക്റ്റിനെ വേർതിരിച്ചറിയാനായിട്ട് സാധിക്കുന്നു. അതാണ് ഡാർക്ക് ഫീൽഡ് മൈക്രോസ്കോപ്പിൻ്റെ പ്രത്യേകതകൾ. വർക്കിംഗ് ഓഫ് ഡാർക്ക് ഫീൽഡ് മൈക്രോസ്കോപ്പ് നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു. ഇറ്റ് ഈസ് എ മോഡിഫൈഡ് വെർഷൻ ഓഫ് കോമ്പൗണ്ട് ലൈറ്റ് മൈക്രോസ്കോപ്പ്. അപ്പോൾ ആ കോമ്പൗണ്ട് ലൈറ്റ് മൈക്രോസ്കോപ്പിനെ നമുക്ക് എങ്ങനെയാണ് മോഡിഫൈ ചെയ്തൊരു ഡാർക്ക് ഫീൽഡ് ലൈറ്റ് മൈക്രോസ്കോപ്പ് ആക്കുന്നതെന്നാണ് പറയുന്നത്. രണ്ട് മെത്തേഡിൽ നമുക്ക് ഒരു കോമ്പൗണ്ട് ലൈറ്റ് മൈക്രോസ്കോപ്പിനെ ഡാർക്ക് ഫീൽഡ് മൈക്രോസ്കോപ്പാക്കി മാറ്റാം. ഒന്നുകിൽ നമ്മൾ അതിൻ്റെ കണ്ടൻസർ ലെൻസിൻ്റെ മധ്യഭാഗത്തായിട്ട് സെൻറ്ററിലായിട്ട് ഒരു ഒപ്പേക്ക് ഡിസ്ക് അല്ലെങ്കിൽ ഡാർക്ക് സ്റ്റോപ്പർ പ്ലേസ് ചെയ്യുക, അല്ലെങ്കിൽ
നമ്മൾ കണ്ടൻസർ നമ്മുടെ സാധാരണ കോമ്പൗണ്ട് ലൈറ്റ് മൈക്രോസ്കോപ്പിൽ യൂസ് ചെയ്യുന്ന കണ്ടൻസർ മാറ്റിയിട്ട് ഡാർക്ക് ഫീൽഡ് കണ്ടൻസർ റീപ്ലേസ് ചെയ്യുക. അപ്പോൾ ഈ രണ്ട് മെത്തേഡിൽ നമുക്ക് ഏതെങ്കിലും ഒന്ന് ഉപയോഗിച്ചുകൊണ്ട് ഒരു കോമ്പൗണ്ട് ലൈറ്റ് മൈക്രോസ്കോപ്പിനെ ഡാർക്ക് ഫീൽഡ് മൈക്രോസ്കോപ്പായിട്ട് കൺവേർട്ട് ചെയ്യാം. അപ്പോൾ ഇങ്ങനൊരു ഒപ്പേക്ക് ഡിസ്ക് അല്ലെങ്കിൽ സ്റ്റോപ്പർ പ്ലേസ് ചെയ്യുന്നത് കൊണ്ടോ അല്ലെങ്കിൽ ഒരു ഡാർക്ക് ഫീൽഡ് കണ്ടൻസർ പ്ലേസ് ചെയ്യുന്നത് കൊണ്ടോ ഉള്ള ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പെസിമെനിൻ്റെ സെൻറ്ററിൽ കൂടെ ഒരിക്കലും ലൈറ്റ് പോകുന്നില്ല. സ്പെസിമെനിലേക്ക് ഒരു ഹോളോ കോൺ ഓഫ് ലൈറ്റ് വന്ന് വീഴുന്നുള്ളൂ. അപ്പം ഈ കോൺ നന്നായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുന്നത് മൂലം ഈ ലൈറ്റിൻ്റെ ഈ ഹോളോ കോൺ നന്നായിട്ട് അഡ്ജസ്റ്റ് ചെയ്യും. അതുകൊണ്ട് തന്നെ സ്പെസിമെനിൽ നിന്നും വരുന്ന മാർജിനലായിട്ടുള്ള ഇൻഡയറക്റ്റ് ലൈറ്റ് റേസ് ആയിരിക്കും ഒബ്ജക്റ്റീവ് ലെൻസിലേക്ക് പാസ് ചെയ്യുന്നത്. അപ്പോൾ the cone of light is adjusted to an angle wide enough to allow only the marginal indirect light rays from the specimen to pass through the ഒബ്ജക്റ്റീവ് ലെൻസ്. അപ്പം സ്പെസിമെനിൽ നിന്നും വരുന്ന മാർജിനലായിട്ടുള്ള ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ലൈറ്റ് റേസ് മാത്രമേ ഒബ്ജക്റ്റീവ് ലെൻസിലേക്ക് കടക്കുന്നുള്ളൂ. നോ ഡയറക്റ്റ് റേസ് എൻറ്റേഴ്സ് ദ സ്പെസിമെൻ. സ്പെസിമെനിൽ നിന്നുള്ള ഒരു ഡയറക്റ്റ് റേസും അല്ലെങ്കിൽ സ്പെസിമെനിൽ പോലും ഡയറക്റ്റ് ആയിട്ട് സ്പെസിമെൻ്റെ സെൻറ്ററിൽ കൂടെ ഒരിക്കലും ലൈറ്റ് റേസ് പാസ് ചെയ്യുന്നില്ല. സ്പെസിമെനിൽ നിന്നും വരുന്ന മാർജിനൽ ലൈറ്റ് റേസ് മാത്രമേ ഒബ്ജക്റ്റീവ് ലെൻസിലേക്ക് പാസ് ചെയ്യുന്നുമുള്ളൂ. അപ്പോൾ സ്കാറ്റേർഡ് ലൈറ്റ് റേസ് ഫ്രം ദ ട്രാൻസ്പെറൻറ്റ് ഒബ്ജക്റ്റ് ഈസ് പാസ് ടു ദ ഒബ്ജക്റ്റീവ് ലെൻസ്. സ്കാറ്റേർഡായിട്ട് വരുന്ന ലൈറ്റ് റേസിനെ മാത്രമേ ട്രാൻസ്പെറൻറ്റ് ഒബ്ജക്റ്റിൽ നിന്ന് സ്കാറ്റേർഡായിട്ട് വരുന്ന ലൈറ്റ് റേസ് മാത്രമേ ഒബ്ജക്റ്റീവ് ലെൻസിലേക്ക് പാസ് ചെയ്യത്തുള്ളൂ. അതുകൊണ്ട് തന്നെ സ്പെസിമെൻ കൂടുതലും നന്നായിട്ട് വിസിബിൾ ആയിരിക്കും. അതാണ് ഡാർക്ക് ഫീൽഡ് മൈക്രോസ്കോപ്പിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. പ്രിൻസിപ്പിൾ ഓഫ് ഡാർക്ക് ഫീൽഡ് മൈക്രോസ്കോപ്പ്. ഇതിലെ ഡാർക്ക് ഫീൽഡ് കണ്ടൻസർ എന്ന് പറയുന്നത് സ്പെസിമെനെ ഇല്യൂമിനേറ്റ് ചെയ്യുന്നത് ഒരു പ്രത്യേക രീതിയിലാണ്. നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു സെൻട്രൽ റേസ് ഒരിക്കലും മിററിൽ നിന്ന് സ്പെസിമെനിലേക്ക് പതിക്കുന്നില്ല. ഒരു മാർജിനൽ ലൈറ്റ് റേസ് മാത്രമേ സ്പെസിമെനിലേക്ക് എത്തപ്പെടുന്നുള്ളൂ. ഈ സ്പെസിമെനിൽ എത്തുന്ന മാർജിനൽ ലൈറ്റ് റേസിനെ സ്പെസിമെൻ ട്രാൻസ്പെറൻ്റ് ആയിട്ടിരിക്കുന്ന സ്പെസിമെനിൽ എത്തുമ്പോൾ അത് സ്കാറ്റർ ചെയ്യുന്നു. അങ്ങനെ സ്കാറ്റർ ചെയ്യപ്പെടുന്ന ലൈറ്റ് റേസിനെ മാത്രമേ ഒബ്ജക്റ്റീവ് ലെൻസിൽ കൂടെ കടത്തിവിടുന്നുള്ളൂ. ആ ലൈറ്റ് റേസ് ആണ് ഇമേജ് ഫോർമേഷന് കാരണമാകുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഫീൽഡ് ഓഫ് വിഷൻ എന്ന് പറയുന്ന, അതായത് ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് ഡാർക്കും ഇമേജ് എന്ന് പറയുന്നത് ലൈറ്റർ അല്ലെങ്കിൽ ബ്രൈറ്റർ ആയിട്ടും ആയിരിക്കും കാണപ്പെടുന്നത്. ഇതാണ് ഡാർക്ക് ഫീൽഡ് മൈക്രോസ്കോപ്പിൻ്റെ പ്രിൻസിപ്പിൾ. അപ്പോൾ ഡാർക്ക് ഫീൽഡ് കണ്ടൻസർ ഇലൂമിനേറ്റ് ദ സ്പെസിമെൻ only obliquely, that is, it prevents the central rays from the mirror to passing through the specimen. At the same time, it deflects peripheral rays obliquely onto the transparent specimen from where they get scattered. The scattered light rays from the transparent object is passed to the objective lens, which magnifies the image. Thus, the field of vision is dark and image appears bright. വളരെ സിമ്പിളാണ്. സെൻട്രൽ പാർട്ടിൽ കൂടെ ഒരിക്കലും സ്പെസിമെൻ്റെ ലൈറ്റ് റേസ് കടന്നു പോകുന്നില്ല. അതിൻ്റെ പെരിഫറിയിൽ കൂടെ മാത്രമേ ലൈറ്റിനെ കടത്തി വിടുന്നുള്ളൂ. അതിനായിട്ടാണ് നമ്മൾ കണ്ടൻസറിനെ മോഡിഫൈ ചെയ്തിട്ട് ഒരു സ്റ്റോപ്പറോ അല്ലെങ്കിൽ ഒപ്പേക്ക് ഡിസ്കോ അല്ലെങ്കിൽ ഡാർക്ക് ഫീൽഡ് കണ്ടൻസറോ യൂസ് ചെയ്യുന്നത്. പെരിഫറൽ ലൈറ്റ് റേസ് സ്പെസിമെനിൽ നിന്നുള്ളത് സ്കാറ്റർ ചെയ്ത് പോകുന്നു. ആ സ്കാറ്റർ ചെയ്ത ലൈറ്റ് റേസിൻ്റെ, അതായത് മാർജിനൽ ഇൻഡയറക്റ്റ് ലൈറ്റ് റേസ് സ്കാറ്റർ ചെയ്യുന്ന ലൈറ്റ് റേസിനെ മാത്രമേ ഒബ്ജക്റ്റീവ് ലെൻസ് ഗ്യാദർ ചെയ്യുന്നുള്ളൂ. അതാണ് ഇമേജ് ഫോർമേഷനെ സഹായിക്കുന്നത്. ഇങ്ങനെ ഇമേജ് ഫോം ചെയ്യുമ്പോൾ ഇമേജ് ഒരു ബ്രൈറ്റ് ആയിട്ട് ഡാർക്ക് ബാക്ക്ഗ്രൗണ്ടിലായിരിക്കും ഫോം ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ഡാർക്ക് ഫീൽഡ് മൈക്രോസ്കോപ്പിൻ്റെ പ്രിൻസിപ്പിൾ. യൂസസ് ഓഫ് ഡാർക്ക് ഫീൽഡ് മൈക്രോസ്കോപ്പ്. ഡാർക്ക് ഫീൽഡ് മൈക്രോസ്കോപ്പ് നമ്മൾ യൂസ് ചെയ്യുന്നത് വളരെ സ്മോൾ ആയിട്ടുള്ള ട്രാൻസ്പെറൻറ്റും സെമി ട്രാൻസ്പെറൻറ്റും ആയിട്ടുള്ള ഒബ്ജക്റ്റുകളെ കാണാനാണ്. അതുപോലെ തന്നെ പുവർലി സ്റ്റെയിൻഡ് ആയിട്ടുള്ള സ്പെസിമെൻസിനെ കാണാനും ഉപയോഗിക്കാറുണ്ട്. വളരെ ചെറിയ ഒബ്ജക്റ്റ് അല്ലെങ്കിൽ സ്ട്രക്ചേഴ്സ് ആയിട്ടുള്ള മൈക്രോ ട്യൂബിൾസിനെ വരെ നമുക്ക് ഈ ഡാർക്ക് ഫീൽഡ് മൈക്രോസ്കോപ്പിൻ്റെ സഹായത്തോടെ കാണാൻ പറ്റും. അപ്പം യൂസസ് എന്ന് പറയുമ്പോൾ ട്രാൻസ്പെറൻറ്റ്, സെമി ട്രാൻസ്പെറൻറ്റ് ഒബ്ജക്റ്റുകളെ കാണാൻ പറ്റുന്നു. അതുപോലെ വളരെ സ്മോൾ ഒബ്ജക്റ്റുകളെ കാണാൻ പറ്റുന്നു. മൈക്രോ ട്യൂബിൾസ് പോലെയുള്ള സ്ട്രക്ചേഴ്സ് വളരെ സ്മോളറാണ്, അതിനെ നമുക്ക് നന്നായിട്ട് ഒബ്സർവ് ചെയ്യാൻ പറ്റുന്നു. പുവർലി സ്റ്റെയിൻഡ് ആയിട്ടുള്ള സ്പെസിമെൻസിനെ ക്ലിയർ ആയിട്ട് കാണാനായിട്ട് സഹായിക്കുന്നു. വർക്കിംഗ് ഓഫ് ഡാർക്ക് ഫീൽഡ് മൈക്രോസ്കോപ്പ്.
ഡാർക്ക് ഫീൽഡ് മൈക്രോസ്കോപ്പിൽ ലൈറ്റ് സോഴ്സിൽ നിന്നും വരുന്ന ലൈറ്റ് അത് കണ്ടൻസർ ലെൻസ് ഫോക്കസ് ചെയ്യുന്നു. അപ്പോൾ കണ്ടൻസർ ലെൻസ് ആ ലൈറ്റ് റേസ് മൊത്തം കൂടെ ഫോക്കസ് ചെയ്യാണ്ടിരിക്കാൻ കണ്ടൻസർ ലെൻസിൻ്റെ താഴെയായിട്ടൊരു ഒപ്പേക്ക് സ്റ്റോപ്പർ അല്ലെങ്കിൽ ഡിസ്ക് പ്ലേസ് ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് മാർജിനൽ ലൈറ്റ് റേസ് മാത്രമേ കണ്ടൻസർ ലെൻസിൽ വന്ന് വീഴുന്നുള്ളൂ. അങ്ങനെ വരുന്ന മാർജിനൽ ലൈറ്റ് റേസിനെ കണ്ടൻസർ ലെൻസ് ഫോക്കസ് ചെയ്തിട്ട് സ്റ്റേജിലിരിക്കുന്ന സ്പെസിമെനിലേക്ക് കൊടുക്കുന്നു. സ്പെസിമെനിൽ നിന്നും വരുന്ന സ്കാറ്റേർഡ് ആയിട്ടുള്ള ലൈറ്റ് റേസിനെ ഒബ്ജക്റ്റീവ് ലെൻസ് കളക്ട് ചെയ്തിട്ട് അത് ഒരു ഡാർക്കർ ബാക്ക്ഗ്രൗണ്ടിൽ നല്ല ബ്രൈറ്റർ ഇമേജ് ഫോർമേഷന് അത് കാരണമാകുന്നു. അപ്പോൾ ഇവിടുത്തെ പ്രത്യേകത, ഡാർക്ക് ഫീൽഡ് മൈക്രോസ്കോപ്പിലെ പ്രത്യേകത അതിൻ്റെ കണ്ടൻസർ ലെൻസിലാണ്. ഒന്നുകിൽ ഒരു ഡാർക്ക് ഫീൽഡ് കണ്ടൻസർ ലെൻസ് യൂസ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഓർഡിനറി കോമ്പൗണ്ട് ലൈറ്റ് മൈക്രോസ്കോപ്പിൻ്റെ കണ്ടൻസർ ലെൻസിൽ അതിൻ്റെ താഴെയായിട്ടൊരു ഒപ്പേക്ക് ഡിസ്കോ സ്റ്റോപ്പറോ പ്ലേസ് ചെയ്തുകൊണ്ട് അത് അങ്ങനെയുള്ള ഒരു ഡാർക്ക് ഫീൽഡ് കണ്ടൻസർ ലെൻസിൻ്റെ പോലത്തെ കണ്ടൻസർ ലെൻസ് ആക്കി അതിനെ ഡാർക്ക് ബാക്ക്ഗ്രൗണ്ടിൽ ബ്രൈറ്റ് ആയിട്ടുള്ള ഇമേജ് ഫോർമേഷൻ ഉള്ള രീതിയിലേക്ക് സജ്ജമാക്കുന്നു. അപ്പോൾ ഇതാണ് വർക്കിംഗ് ഓഫ് ഡാർക്ക് ഫീൽഡ് മൈക്രോസ്കോപ്പ്. അപ്പോൾ താങ്ക് യു.